ഗീതാഭവൻ ട്രസ്റ്റിന്റെയും ഗോപാലാനന്ദ തീർത്ഥ സത്സംഗ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ 20 വർഷം പൂർത്തിയാക്കി ഗീതാജ്ഞാനയജ്ഞം. 2024 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെ ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ വർഷത്തെ ഗീതാജ്ഞാനയജ്ഞം നടക്കുക. ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ വിജി തമ്പി നിർവഹിക്കും. 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഗീതാഭവൻ ട്രസ്റ്റിന്റെയും ഗോപാലാനന്ദ തീർത്ഥ സത്സംഗ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ 2004 ആരംഭിച്ച ഗീതാജ്ഞാനയജ്ഞം. 2024 ജനുവരി 26 മുതൽ ഫെബ്രുവരി 21 വരെയാണ് ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ വർഷത്തെ ഗീതാജ്ഞാനയജ്ഞം നടക്കുക. വയനാട് നരനാരായണ അദ്വൈതാശ്രമത്തിലെ സ്വാമി ഹംസാനന്ദപുരിയാണ് ഗീതാജ്ഞാനയജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗീതാമൃതം എന്ന പേരിൽ ഭഗവത്ഗീത അടിസ്ഥാനമാക്കിയുള്ള ഗീതാലാപന മത്സരവും ഗീതാ പ്രശ്നോത്തരിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ വിഷയം ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗം, അതായിരിക്കും ഈ വർഷത്തെ വിഷയം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും 27 മുതൽ 1 വരെ ഉള്ള ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 8 വരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് സ്വാമിജി നടത്തുന്നുണ്ടായിരിക്കും. പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകനും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനുമായ വിജി തമ്പി ഗീതാജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യും. അധ്യക്ഷൻ ബി അജിത് കുമാർ, ജനറൽ കൺവീനർ ടി എൻ പ്രകാശൻ, ഫിനാൻസ് കൺവീനർ വിജയൻ കുളത്തേരി, പ്രോഗ്രാം അധ്യക്ഷൻ പി കെ അനിൽകുമാർ, ഗീതാമൃതം കൺവീനർ എൻ മോഹനൻ നായർ, ട്രസ്റ്റ് മാനേജർ എ വി പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.